Razi Visions, the guide of madrasa students. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പരീക്ഷ എളുപ്പമാവാനും ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ആൻസറുകൾ എങ്ങനെ എഴുതാം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. നിങ്ങളുടെ പഠനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വലിയൊരു സഹായകമാവും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഒക്കെ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 1ാം ക്ലാസ്സിലെ ദുറൂസ് അറബി മലയാളം വായന പരീക്ഷയുടെ മറ്റൊരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മളിവിടെ നോക്കുന്നത്. ഈ പേപ്പറിൽ ആദ്യം വന്നിട്ടുള്ളതും ചിത്രം നോക്കി വായിക്കാം എന്നാണ്. ഇതിൻ്റെ മുമ്പ് ഒരു പേപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ചാനലിൽ പോയി കാണാം. ഇവിടെ 4 വാക്കുകളുണ്ട്, 4 ചിത്രങ്ങളുണ്ട്. അതിൻ്റെ വാക്കുകളാണ് വായിക്കേണ്ടത്. അതിൽ ചില അക്ഷരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നമ്മൾ കാണുന്ന വാക്കുകളായിരിക്കില്ല. ചിലപ്പം പുസ്തകത്തിൽ വേറെ വാക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നോക്കാം. 1ാമത്തേത് അത് സിമ്പിളാണ് അല്ലേ. ഫോട്ടോ കണ്ടാൽ തന്നെ നമുക്ക് എന്താണെന്ന് അറിയാം. അതെന്താണ്? ചക്കയാണ്. അപ്പോൾ ഇവിടെ എഴുതാനല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതി തരുന്നത് മാത്രം. ചക്ക എന്നാണ് അത് വായിക്കുക അല്ലേ, ചക്ക. രണ്ടാമത്തേത് രഥം ആണ്. ഇപ്പോൾ രാന്നും ലാസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, രഥം. അപ്പോൾ ഇവിടെ ഇഥ എന്നുള്ളത് ചേർത്ത് കൊടുക്കണം, രഥം. പിന്നെ 3ാമത്തേത് പൂവാണല്ലേ. പൂവ് എന്നല്ലല്ലോ, അതിൻ്റെ ഒരു വേറെ വാക്ക് നമ്മൾ പഠിച്ചത് പുഷ്പം എന്നല്ല പഠിച്ചത്, പുഷ്പം. അതിന് ഏത് ഷാണ് കൊടുക്കുക? എന്താ, അടിയിൽ ഒരു പുള്ളിയും കൂടിയുള്ള ക്ഷാണ് കൊടുക്കുക. മുകളിൽ 3 പുള്ളി, അടിയിൽ 1 പുള്ളി. പുഷ്പം, പുഷ്പം. മനസ്സിലായല്ലോ. പിന്നെ അവസാനത്തത് ഡയറി ആണല്ലേ, ഡയറിൻ്റെ ചിത്രം. അപ്പോൾ ഡയറി എന്ന് വായിക്കാം. 2 പുള്ളിയുള്ള 2 പുള്ളിയുള്ളതാണ് ഡയറി. അപ്പോൾ ഫസ്റ്റത്തത് ചക്ക അല്ലേ, ചക്ക. സിമ്പിളാണ്. പിന്നെ രഥം, ഇതാണ് രഥം. പുഷ്പം എന്നുള്ളതിൽ ഈശാണ്, പുഷ്പം. പിന്നെ ഡയറി എന്നുള്ള ഇതാണ്, അത് മനസ്സിലാക്കുക. അങ്ങനെ വേണം വായിച്ചു കൊടുക്കാൻ. ഇനി 2ാമത്തേത് എന്താണ്? പദങ്ങൾ വായിക്കാം എന്നാണ്. പദങ്ങൾ വായിക്കാം. ഇവിടെ ഒരു 6 പദങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ എന്താണ്? നെല്ല് എന്നാണ് ആദ്യത്തേത്. 1ാമത്തേത് സിമ്പിളാണ്, എളുപ്പമാണ്. അതുകൊണ്ട് അത് സിമ്പിളായിട്ട് വായിക്കാം. നെല്ല് അല്ലേ. നെല്ലിൽ പ്രത്യേകം ശ്രദ്ധിക്കാനൊന്നുമില്ല. പിന്നെ അടുത്ത എന്താണ്? 2ാമത്തേത് ജോലി എന്നാണ്, ജോലി. അതിൽ ജോ എന്നുള്ളത് നീട്ടണം, മനസ്സിലാക്കുക. ജോലി, ജോലി അല്ലേ. 3ാമത്തേത് ഏതാ? പഴം എന്നാണ് 3ാമത്തേത്, പഴം. അതിൽ ഴ എന്നുള്ള അക്ഷരം ശ്രദ്ധിക്കണം, പഴം. ഇതാണ് 3ാമത്തേത്. 4ാമത്തേത് എന്താണ്? മുഖം അല്ലേ, മുഖം. അതാണ് 4ാമത്തേത്. ഒറ്റടിക്ക് വായിക്കാൻ പ്രയാസമുള്ളവർ എന്ത് ചെയ്യുക? ഓരോ അക്ഷരങ്ങൾ കൂട്ടി വായിച്ചെങ്ങാണ്ട് അവസാനം ഒന്നിച്ച് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത് സിമ്പിളായിട്ട് കിട്ടും. മുഖം എന്നാണ് 4ാമത്തേത്. 5ാമത്തേത് എന്താണ്? സ്വ അല്ലേ. പിന്നെ ഭാവം എന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ വായിക്കും? സ്വഭാവം എന്ന് വായിക്കും, സ്വഭാവം. പിന്നെ അതേപോലെ അവസാനത്തേത് വിളി. ഇപ്പോൾ വിളി എന്നായി. പിന്നെ കേൾക്കും അല്ലേ. അപ്പോൾ അതെങ്ങനെ പറയും? വിളി കേൾക്കും എന്നായി, വിളി കേൾക്കും. അപ്പോൾ അതങ്ങനെ വായിക്കാം. ആകെ 6 പദങ്ങളാണുള്ളത്. പുസ്തകത്തിൽ ഇഷ്ടം പോലെ പദങ്ങളുള്ളതാണ്. ഓരോ പാഠത്തിൽ ഇഷ്ടം പോലെ പദങ്ങളുണ്ട്. ഒക്കെ വായിച്ച് മനസ്സിലാക്കുക. അക്ഷരങ്ങൾ പുള്ളികൾ കൊണ്ടും അതേപോലെ തന്നെ ഇട്ടത് അങ്ങനെയൊക്കെ അക്ഷരങ്ങൾ മാറി വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക. എന്നിട്ടത് പഠിച്ചിട്ട് വേണം വായിക്കാൻ. ഒന്നും കൂടി വായിച്ചു തരാം. നെല്ല്, ജോലി. ഇവിടെ നീട്ടുന്നത് ശ്രദ്ധിക്കുക. പിന്നെ പഴം, ഴ എന്നുള്ള വാക്ക്, ഴ എന്നുള്ള അക്ഷരം 3 പുള്ളിയുള്ളത്. പിന്നെ മുഖം എന്നുള്ള ഇഘ. പിന്നെ സ്വഭാവം എന്നുള്ള ഇഭ. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ വിളി കേൾക്കും എന്നുള്ള ഇള്ള, ലി. പിന്നെ ള് അല്ലേ, കേൾക്കും, വിളി കേൾക്കും. അതൊക്കെ പ്രത്യേകം മനസ്സിലാക്കുക. ഇനി
മൂന്നാമതായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് അക്ഷരങ്ങൾ വായിക്കാം എന്നാണ്. ഇവിടെ ചിത്രത്തിൽ കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് വായിക്കാനാണ്. അതിൽ ഒന്നാമത്തെ അക്ഷരം ഏതാണ്? ഒന്നാമത്തെ അക്ഷരം ഇതിലുള്ള ഒന്നാമത്തെ അക്ഷരം ഡ എന്നാണ് അല്ലേ. ഡയറി എന്നൊക്കെ അതിലുള്ള ആ ഡ ഉണ്ടല്ലോ, സിമ്പിളാണ്. ഞാനത് ഇവിടെ ഒന്ന് എഴുതി തരാം. ഇതാണ് ഡ, ഡയറി. ഇതാണ് അക്ഷരം. പിന്നെ അടുത്തത് ക്ല എന്നാണ് അല്ലേ, ക്ല. അത് ഇതാണ് ക്ല. പിന്നെ അടുത്തത് ഞ. അടിയിൽ 3 പുള്ളി, മുകളിലൊരു പുള്ളി ഉണ്ട്, അപ്പം ഞ എന്നാവും. മുകളിൽ പുള്ളി ഇല്ലെങ്കിൽ ച ആണ്, മുകളിൽ പുള്ളി ഉണ്ടായതുകൊണ്ട് ഞ. പിന്നെ അടുത്തത് എന്താണ്? ഇന്ത എന്നാണല്ലേ. പന്ത് എന്നൊക്കെ പറയുന്നത് ഇന്ത, പന്ത്. അതൊക്കെ വായിൽ അതാണ് ഇന്ത എന്നാണ് വായിക്കുക. അടുത്തത് ള, സിമ്പിളാണ്, നമുക്കറിയുന്നത് തന്നെയാണ് ള. പിന്നെ അടുത്തത് ദ്യ എന്നാണ്. അടുത്തത് ദ്യ സിമ്പിളാണ്, ആദ്യം എന്നൊക്കെ പറയുന്നതിൽ ദ്യ. അപ്പോൾ അതെങ്ങനെയൊക്കെ വായിക്കാം? ഇത് ഡ, ഡയറിയൊക്കെ വായിക്കണേ. പിന്നെ ക്ല, ഞ, ന്ത, ള, ദ്യ. ഇതൊക്കെയാണ് അക്ഷരങ്ങൾ വായിക്കാനുള്ളത്. 2 അക്ഷരങ്ങൾ കൂടുമ്പോൾ അതെങ്ങനെ വായിക്കാമെന്നുള്ളത് മനസ്സിലാക്കണം. അതൊക്കെ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ളതാണ്. ഇനി ഇവിടെ 4ാമത്തെ ആക്ടിവിറ്റി വാചകങ്ങൾ വായിക്കാം എന്നാണ്. വാചകങ്ങൾ വായിക്കാം. 3 വാചകങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ കറക്റ്റിൽ അങ്ങോട്ട് വായിച്ചു പോകാം. ഇനി അതെല്ലാ അക്ഷരങ്ങൾ പ്രയാസമായി തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഓരോ അക്ഷരങ്ങൾ കൂട്ടിയിട്ട് അങ്ങനെ കൂട്ടി വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യത്തേത് മഴ പെയ്തു എന്നാണ് അല്ലേ. മഴ പെയ്തു എന്നാണ്. ഞാനിവിടെ മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നുണ്ട്. മഴ പെയ്തു എന്നാണ്. മഴ പെയ്തു. ഇനി അടുത്തത് അങ്ങാടിയിൽ തങ്ങരുത്. അങ്ങാടിയിൽ തങ്ങരുത്. എന്നുള്ള അക്ഷരമാണ് ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അങ്ങാടിയിൽ തങ്ങരുത് അങ്ങനെയാണ് വായിച്ചു കൊടുക്കേണ്ടത്. ഇനി അടുത്തത് എന്താണ്? കിളികൾ പാറി. സിമ്പിളാണല്ലേ. കിളി എന്നുള്ള അക്ഷരമാണ് ശ്രദ്ധിക്കേണ്ടത്. കിളികൾ പാറി. അങ്ങനെ അതൊക്കെ വായിക്കാം. ഒന്നാമത്തേത് എന്തായിരുന്നു? മഴ പെയ്തു. 2ാമത്തേത് അങ്ങാടിയിൽ തങ്ങരുത്. 3ാമത്തേത് കിളികൾ പാറി. പുസ്തകത്തിൽ ഇഷ്ടംപോലെ വാചകങ്ങളുണ്ടായിരുന്നു. ഇതിലും ചെറുതും വലുതുമായ വാചകങ്ങളുണ്ട്. ഒക്കെ വായിച്ചു പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പരീക്ഷയ്ക്ക് ഏതാണ് വരിക എന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ലല്ലോ. ഒക്കെ വായിച്ചു പഠിക്കുക. അടുത്തത് 5ാമത്തേത് ചേർത്ത് വായിക്കാം എന്നാണ്. ഇവിടെ ഫസ്റ്റ് ച എന്നുണ്ട്, അതാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ങ്ങാതി എന്നുണ്ട്. അത് കൂട്ടി വായിച്ചാൽ എങ്ങനെ വായിക്കും? ചങ്ങാതി എന്ന് വായിക്കാം അല്ലേ. ചങ്ങാതി. അപ്പോൾ ചങ്ങാതി എന്ന് വായിക്കാം. ച എന്നുള്ള അക്ഷരം പ്രധാനമാണ്, ശ്രദ്ധിക്കണം. പിന്നെ ചേ എന്നിവിടെ ഉണ്ട്. ചേ. പിന്നെ ബോത്ത് എന്നിവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കൂട്ടി വായിക്കാം. ചെമ്പോത്ത് അല്ലേ. ചെമ്പോത്ത്. ചങ്ങാതി, ചെമ്പോത്ത് അങ്ങനെ വായിക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ മദ്രസ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.